ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പിയല്ലേ കുനാഫ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും പ്രസ്സാക്കുക. അപ്പോൾ ഇതാ കുനാഫ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഫുൾ കുനാഫ ഡോ ഉണ്ടല്ലോ, ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 300 ഗ്രാം ബട്ടറാണ് മെൽറ്റാക്കി എടുത്തത്. അപ്പോൾ കുറച്ചത് കുറവായിരുന്നു. അപ്പോൾ 400 ഗ്രാം ബട്ടർ തന്നെ വേണം കേട്ടോ. നിങ്ങൾ മെൽറ്റാക്കി എടുക്കുമ്പോൾ ആദ്യം തന്നെ 400 ഗ്രാം ബട്ടർ മെൽറ്റാക്കി എടുത്തോ. അത് ഒരു ഫുൾ കുനാഫയ്ക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് മെൽറ്റാക്കിയതിന് ശേഷം കുനാഫഡോ എല്ലാം മിക്സാക്കി വന്നപ്പോൾ കുറച്ച് കുറവായിട്ട് ഞാൻ വീണ്ടും ഒരു 100 ഗ്രാം മെൽറ്റാക്കി എടുത്തു. അതുകൊണ്ട് ഞാനിത് വീഡിയോയിൽ നിങ്ങൾ 300 ഗ്രാമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മെൽറ്റാക്കി എടുക്കുമ്പോൾ 400 ഗ്രാം ബട്ടർ തന്നെ മെൽറ്റാക്കി എടുത്താൽ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് വേണ്ടത് കോൺഫ്ലവറാണ്. ഒരു 3 ടീസ്പൂണോട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവറൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം പഴങ്ങിയ ഡേറ്റ് എല്ലാം തീർന്നൊന്നും എടുക്കരുത് കേട്ടോ. ഒരു ദിവസം ഒരു കമൻറ്റ് വന്ന്, ഞാൻ ഏതോ ഒരു വീഡിയോസിൽ ചിക്കൻ എന്തോ ഫ്രൈ ആക്കുന്ന വീഡിയോസിൽ കോൺഫ്ലവർ ഇട്ടിട്ട് കയ്പടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, കോൺഫ്ലവറൊക്കെ ചിക്കനിൽ എല്ലാവരും ഇടുന്നത് തന്നെയാണ്. അത് കോൺഫ്ലവർ എന്തെങ്കിലും ഡേറ്റോ തീർന്നിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും കയ്പ്പ് ടേസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അല്ലാതെ കോൺഫ്ലവർ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ചിക്കനൊന്നും കയ്പടിക്കില്ല. അപ്പോൾ ഫ്രഷായ ഡേറ്റ് എല്ലാം നോക്കിയിട്ട് വേണം ഇത് കോൺഫ്ലവർ എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ 3 ടീസ്പൂണക്ക് ഞാനൊരു 1/4 കപ്പോളം പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കട്ടകളില്ലാതെ മിക്സാക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിങ്സിൽ അത് കുനാഫയുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതിലിങ്ങനെ കട്ടകളായിരിക്കും. അപ്പോൾ കട്ടകളെല്ലാം തീർന്നതിന് ശേഷം ബാക്കിയുള്ള പാലും പാടം ഒഴിച്ചു കൊടുക്കുക. 1/2 ലിറ്റർ പാലാണ് ഞാനതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ കുനാഫയുടെ ഫില്ലിങ്ങിന്. മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അടി നല്ല കട്ടിയുള്ള പാത്രങ്ങളുണ്ടല്ലോ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ട് ഈ ഒരു കുനാഫയുടെ ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. കോൺഫ്ലവറും മിൽക്ക് മെയ്ഡും പാലും എല്ലാം അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. ഇനിയിപ്പോൾ ദാ ഇതിലോട്ട് വേണ്ടത് 3 ടീസ്പൂണോളം നേരത്തെ മെൽറ്റാക്കി വെച്ച ബട്ടർ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും പാടെ ഇട്ടിട്ട് മെൽറ്റാക്കി എടുക്കുക. ഇനി ശ്രദ്ധിക്കുക, അടി കരിഞ്ഞു പിടിക്കാതെ കട്ടകളൊന്നും പിടിക്കാതെ തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇളക്കി കൊണ്ടേ ഇരിക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ദാ ഇതിലോട്ട് വേണ്ടത് ക്രീം ചീസാണ്. ക്രീം ചീസോ അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈസർ ചീസോ ഏത് ചീസായാലും കുഴപ്പമില്ല. മോസറല്ല ചീസൊന്നും വേണ്ട കേട്ടോ. അതെല്ലാം ആകുമ്പോൾ കുനാഫ എല്ലാം ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുന്ന് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഒന്നുണ്ടെങ്കിൽ ക്രീം ചീസ് അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈസർ ചീസ് ഉണ്ടല്ലോ, സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്ലൈസർ ചീസാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം ചീസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഞാനൊരു പാക്ക് ചീസ് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ 5 പീസ് ചീസ് ഉണ്ട്, അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോസൊന്നും കാണാത്തത്, ഒരാഴ്ച ആയല്ലോ, എവിടെ പോയി, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. എന്താ പറയുക, എനിക്ക് നല്ല ജലദോഷവും സൗണ്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ സൗണ്ട് ശരിയായിട്ട് വേണം വീഡിയോസ് എല്ലാം ഇടാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായി വെയിറ്റ് ചെയ്യണു. സൗണ്ട് ശരിയാവുന്നതൊന്നും കാണാനില്ല. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു ഇനി വീഡിയോസ് ഇടാമെന്ന്. അങ്ങനെ ഇട്ട വീഡിയോസാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ദാ ഇതെല്ലാം പാടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഫ്ലെയിം ഓഫാണ്, ഫ്ലെയിം ഓൺ ആക്കുകയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചൂടിൽ തന്നെ ഇതങ്ങനെ മെൽറ്റ് ആയിക്കോളും. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ ഇത് മെൽറ്റ് ആവും. അപ്പോൾ അതാ അടിപൊളിയായിട്ടില്ലേ, ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. സത്യം പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കുനാഫ എല്ലാം. പക്ഷെ നമ്മൾ മടിയെല്ലാം പിടിച്ച് എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമല്ലോ. കുനാഫ ഉണ്ടാക്കാൻ ഒരുപാട് പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ കുനാഫയുടെ ഡോ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു ഫുള്ളായിട്ടുള്ള പാക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ കുനാഫ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുനാഫയുടെ ഡോ തന്നെ എടുക്കണം കേട്ടോ. ചെറിയ വേർമസല്ലി ഉണ്ടല്ലോ അതെല്ലാം എടുത്തിട്ട് കുനാഫ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടൂല കേട്ടോ. പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കുനാഫയുടെ ഡോ തന്നെ വാങ്ങിക്കണം, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. കുനാഫ എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊരു 2-3 മണിക്കൂർ മുന്നേ കുനാഫയുടെ ഡോ എല്ലാം പുറത്ത് എടുത്ത് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇനിയിപ്പോൾ ദാ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ചെറുതാക്കി തന്നെ കട്ട് ചെയ്യുക. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. നല്ല നല്ല അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിൻ്റെ ആ ഒരു റെസിപ്പിക്കൊക്കെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണ്, ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ്. വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ അതിന് നല്ല കമൻസും കൂടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ. അതായത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അതിലാരും മൈൻഡ് ആക്കാതെ പോകുമ്പോൾ നല്ല സങ്കടമായിരിക്കും. എന്താപ്പോൾ അങ്ങനത്തെ 1-2 വീഡിയോസും ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസിൽ. അതെന്തോ അറിയില്ല, അങ്ങനെ പോയി. ബാക്കി ഇപ്പോൾ കുറച്ചായിട്ടുള്ള വീഡിയോസിനൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ട് നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെറുതാക്കി തന്നെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് വിടർത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെ കട്ടായി നിന്നിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ശരിയാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് 2 പാത്രത്തിലാക്കി മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം 2 കുനാഫ ഒരു ഈക്വലായിട്ട് 2 പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ബട്ടറെല്ലാം എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്താണ് ഞാൻ ബട്ടർ വീണ്ടും മെൽറ്റ് ആക്കി എടുത്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 400 ഗ്രാം ബട്ടർ ഇതിലേക്ക് വേണ്ടി വന്നത്. ബട്ടർ ഒഴിച്ചിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെ എത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് ബട്ടർ, ഇപ്പോൾ ഇതിക്കൊരു 200 ഗ്രാം ബട്ടറും അടുത്ത കുനാഫ ഡോയ്ക്കുള്ളത് ഒരു 200 ഗ്രാം ബട്ടറും രണ്ടും ഈക്വലായിട്ട് തന്നെ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക. ഇനി നിങ്ങളൊരു കുനാഫയുടെ പകുതിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആകെ 200 ഗ്രാം ബട്ടർ മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫുൾ കുനാഫേൻ്റെ ഡോ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. കുനാഫ എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ കുറച്ച് ദിവസമൊന്നും 2-3 ദിവസത്തിൽ അധികം കുനാഫയുടെ ഡോ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്താലും സൂക്ഷിക്കാൻ പറ്റൂല കേട്ടോ, അത് മോശമായി പോവും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ചയെല്ലാം നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പാർട്ടിയെല്ലാം വീട്ടിലുണ്ടാകുമ്പോൾ ഈ ഒരു കുനാഫ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ പാർട്ടിയിലെല്ലാം സ്റ്റാർ ആവണോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവാം, അടിപൊളിയായിരിക്കും. എല്ലാവരും ചോദിക്കും ഈ ഒരു കുനാഫ, കാരണം കുനാഫയൊന്നും അധികം പാർട്ടിയിലൊന്നും ആൾക്കാർ ഉണ്ടാക്കിയെടുക്കില്ല, മടിയെല്ലാം പിടിച്ചിട്ട്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ വീട്ടിൽ പാർട്ടിയൊന്നും ഉണ്ടാകുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ ഇതൊരു ട്രേയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യണത് കേട്ടോ, അതുകൊണ്ട് തന്നെ ഓവനത്തെ വലിയൊരു ട്രേ തന്നെ എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ പരത്തിയിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കട്ട് ചെയ്യൂലേ ലാസ്റ്റ് ബേക്കാക്കിയതിന് ശേഷം, അപ്പോൾ ഒരു എല്ലാം പാടെ അങ്ങനെ കട്ടായിട്ട് വരും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ നേരത്തെ മാറ്റി വെച്ചില്ലേ പകുതി, അതിലും കൂടെ ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇത് ഒരേപോലെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തേക്ക് ഇടുമ്പോൾ കട്ടി കുറയും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ 2 ഭാഗമാക്കിയിട്ട് ഒരേപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. കുനാഫയുടെ ഡോ ഫസ്റ്റ് ഇട്ടില്ലേ ട്രേയിൽ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ക്രീം ചീസ് നേരത്തെ തയ്യാക്കിയ ക്രീം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. 1/2 ലിറ്റർ പാലും 3 ടീസ്പൂൺ കോൺഫ്ലവറുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുണ്ടല്ലോ കുക്കായി വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു ചീസും ആ ഒരു ബട്ടറും എല്ലാം പാടെ മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ കുനാഫക്ക്. അപ്പോൾ അതാ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് പരത്തിയെടുക്കുക. കറക്റ്റായിട്ട് തന്നെ ഒരേപോലെ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ട്രേയിൽ ഫുള്ളായിട്ട് തന്നെ പരത്തി കൊടുത്തിക്കല്ലേ. ഇത് നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലത്തെ കപ്പ് കേക്കിൻ്റെ അതുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ ആക്കിയിട്ട് അങ്ങനെ ഓവനിൽ ബേക്കാക്കി എടുക്കുക കേട്ടോ. എന്നാലും അടിപൊളിയാണ്, കുറച്ചും കൂടെ കാണാനും എല്ലാം. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു ട്രേയിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാ ചീസും ക്രീം ഉണ്ടാക്കിയില്ലേ അതെല്ലാം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുടെ എല്ലാ കുനാഫയുടെ ഡോയും പാടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ചെയ്തില്ലേ അതുപോലെ തന്നെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ബേക്കായി വരുമ്പോൾ ഓരോ ഭാഗത്തും ചില ഭാഗത്ത് ബേക്കാവില്ല, അങ്ങനെയാവും. അതുകൊണ്ട് ഒരേപോലെ ആക്കാൻ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ടൈമിൽ തന്നെ ഓവനിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ മാത്രം വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. ഓരോ ഓവനിലും ഓരോ ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓവൻ ഏതാണോ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് ഓവനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനുണ്ടല്ലോ ഇത് വെച്ച സമയത്ത് കറണ്ട് വരികയായിരുന്നു. അത് കാരണം എനിക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ ആ ഒരു കളറ് കിട്ടിയില്ല കേട്ടോ. 1-2 പ്രാവശ്യം കറണ്ട് പോയിട്ട് ഓവൻ ഓഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഷുഗർ സിറപ്പ് കുനാഫിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ചൂട് വേണ്ട, ചെറിയ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിക്ക് 2-3 പീസ് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ തന്നെ കുനാഫ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോവുമായിരുന്നു. അത് കാരണം ആ ഒരു മുകൾ ഭാഗം കറക്റ്റ് ആ ഒരു കളറ് വന്നിട്ടില്ല. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ക്രിസ്പി ആയിട്ടുണ്ട്, കളറ് ചേഞ്ച് ആയിട്ടില്ല. അത് കറണ്ട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുനാഫ ഓവനിൽ വെച്ച ടൈമിൽ. അപ്പോൾ ഇതാ ഇനി ഷുഗർ സിറപ്പും പാടെ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബദാം ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ലത് പിസ്തയാണ്. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഒരുപാട് പീസാക്കി കട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു ഫോക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. അന്നേരം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അത് മോനിങ്ങനെ അർജൻറ്റ് കൂട്ടുമായിരുന്നു, ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫുള്ളായിട്ട് കട്ടാക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ എടുത്തു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളിയാണെന്നുള്ളത്. ആ ഒരു കളർ ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതാ ബാക്കി ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.